നമ്മൾ വീക്കെൻഡ് റൂമിലാണ് കേട്ടോ. റൂമിൽ ഇത് കണ്ട ടാക്സി, ഇവിടുത്തെ ടാക്സി നമ്മളെ മലയാളി പയ്യന്മാർ ഓടിക്കുന്ന വണ്ടികളാണ്. 3 ഇവിടെ കിടപ്പുണ്ട്. ഇതിവിടെ വന്നിട്ട് ഒരു പേപ്പർ TRC കിട്ടാണ്ട് ഡിലേ ആയപ്പോഴത്തേക്ക് അവർ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടാക്സി എടുത്തിട്ട് ഓടുന്നതാണ്. ഈ ടാക്സിയുടെ വിശേഷം എന്ന് പറയുന്നത്, ആഴ്ചയിൽ നമ്മൾ ഊബറാണ് ഓടുന്നത് കേട്ടോ. ആഴ്ചയിൽ നമ്മൾ 600 രൂപ കമ്പനിക്ക് കൊടുക്കണം. പിന്നെ ബാക്കി ഓടുന്നത് ഫ്യൂവലിൻ്റെ പൈസയും കഴിഞ്ഞ് ബാക്കി ഓടുന്നത് നമുക്കാണ്. ആഴ്ചയിലാണ്ടാണ് അവർ പൈസ പേയ്മെൻറ്റ് ഊബറുകാർ ഒരു അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഫ്ലീറ്റ് ചാർജ് എന്നും പറഞ്ഞും കൊണ്ട് ചാർജും കൂടെ ഈടാക്കും. കുഴപ്പമില്ല. ഒരു ഇവിടെ പോസ്റ്റ്മാനിൽ ഓടിയിട്ട് അവർ ഒരു 4-5 രൂപയൊക്കെ ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ അത് വാർസോലാണെങ്കിൽ അതിന് മേലിലും ഓടും. മാക്സിമം എത്രത്തോളം ഓടുന്നു എക്സ്പീരിയൻസ് അനുസരിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടാക്സി. പിന്നെ ഇന്ന് സ്പെഷ്യൽ ഫുഡായിട്ട് നമ്മുടെ നാസർക്ക ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയാണ് ഓണം പ്രമാണിച്ച്. ഭയങ്കര കുക്കിങ്ങിലാണ്. സാധിച്ചേട്ടൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ടാക്സിക്കാരൻ നൈറ്റ് ഫുൾ ഓടിയിട്ട് വന്ന് കിടന്നുറങ്ങുന്നു. അപ്പോൾ അതാണ് നമ്മൾ ട്രക്കിൽ വന്നിരുന്നാലും സൈഡ് ഡ്യൂട്ടി ആയിട്ട് ഇൻ കേസ് നമുക്ക് TRC നമ്മൾ വിസ കഴിഞ്ഞാലും TRC കഴിഞ്ഞാൽ പിന്നെ ട്രക്ക് ഓടാക്കൂല. കാരണം നമ്മൾ ഇൻ്റർനാഷണൽ ആകുമ്പോൾ TRC വേണം, അല്ലെങ്കിൽ വിസ വാലിഡിറ്റി വേണം. അത് കഴിഞ്ഞാൽ പിന്നെ TRC കിട്ടുന്നവരെ വെറുതെ നിൽക്കാണ്ട് ഇതുപോലെ ടാക്സി എടുത്തിട്ട് ഓടാൻ പറ്റും. അപ്പോൾ വിസ തീർന്ന് TRC കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു പരിപാടി. പിന്നെ വേറെ ജോലിക്ക് പോകാം. വേറെ ഊബർ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് എടുത്ത് കൊടുക്കൂലേ, ആ ടൈപ്പായിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ജോലി ചെയ്യാം. പക്ഷെ അത് ഇച്ചിരി റിസ്ക് പിടിച്ചുള്ള പണിയാണ്. ആദ്യമായി ഈ ടാക്സി ഓടുന്നതിന് മുമ്പേ അതാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ.